ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് വിഷയാധിഷ്ഠിതമല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. സബ്ജക്റ്റീവായ എല്ലാ വിഷയത്തെ കാണേണ്ടത് ഒബ്ജക്റ്റീവായാണ്. സംസ്ഥാനത്തിന്റെ നാളത്തെ തലമുറയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവർക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. കേരളത്തിലെ സർവകലാശാലകളുടെ ഏറ്റവും മികച്ച സ്വഭാവം മതേതരത്വമാണ്. അത് നിലനിർത്തിപ്പോകാൻ ജാഗ്രത വേണം. സിസ തോമസ് എന്നെ കാണാൻ വന്നിരുന്നു, സഹകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. യഥാർത്ഥത്തിൽ മാറിയ കാലത്തിനനുസൃതമായ ഒട്ടേറെ പുരോഗമനാത്മകമായ നടപടികൾ ഉൾച്ചേരുന്ന ബില്ലുകളായിരുന്നു അവയൊക്കെ തന്നെ. ആ സാഹചര്യത്തിലൊക്കെ, ആ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. സംവാദാത്മകമാകാം, പക്ഷെ വിവാദങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇക്കാലത്ത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം സിസ തോമസ് എന്നെ കാണാൻ വന്നിരുന്നു, അവര് സഹകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ അവര് ഒപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതൊന്നും സബ്ജക്റ്റീവായ കാര്യങ്ങളല്ലല്ലോ, ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കാളും അനുഭവ സമ്പത്തുള്ളവരും ഓരോ തീരുമാനത്തിൻ്റെയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയും ജീവിതാനുഭവങ്ങളുള്ളവരുമൊക്കെ ആയ രണ്ടുപേർ തമ്മിലാണ് സംസാരങ്ങൾ നടന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം, സംസ്ഥാനത്തിൻ്റെ നാളത്തെ തലമുറയെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് ഗുണകരമായിട്ടുള്ള നിലയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് നാം ശ്രമിക്കേണ്ടത്. സർക്കാർ നിരവധി തവണ സമവായത്തിന് ശ്രമിച്ചിട്ടും ഗവർണർ വഴങ്ങിയിരുന്നില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശം മാനിച്ചാണ് സമവായത്തിന് തയ്യാറായതെന്നും മന്ത്രി പറഞ്ഞു. സർവകലാശാലകളുടെ പ്രവർത്തനം നിശ്ചലമാവരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും പക്വതയും അനുഭവ സമ്പത്തുമുള്ള രണ്ടുപേർ തമ്മിലാണ് സംസാരിച്ച് തീരുമാനത്തിലെത്തിയതെന്നും അവർ തൃശൂരിൽ പറഞ്ഞു.